ഞാൻ പ്രയാഗ്രാജിനോട് ഞാൻ വിട പറയുകയാണ്. നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഷെയറിങ് ഓട്ടോറിക്ഷയിൽ. അപ്പോൾ പോണ വഴിക്കൊരു ചെറിയ ബ്ലോക്ക് നോക്കുമ്പോണ്ട് സന്യാസിമാർ തല്ലൂടണതാണ്. എന്താല്ലേ, ഫുൾ ബ്ലോക്കാക്കി വെച്ചിരിക്കുക അവന്മാരോട് ഇടി കൂടിയിട്ട്. എന്തായാലും ഞാൻ ആദ്യത്തെ ബസ്സിൽ തന്നെ വാരണാസി, അതായത് കാശിക്കുള്ള ഇത് പിടിക്കാൻ പോവാണ്. തല്ലൂട്ടൊക്കെ അതിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. ഞാൻ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ഫസ്റ്റ് ബസ്സിൽ തന്നെ കയറി. ഡ്രൈവറെ തൊട്ട് പുറകിലെ സീറ്റിൽ തന്നെ കിട്ടി. പക്ഷെ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ട്രാഫിക് ഫുള്ളും. ഏകദേശം 130 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. ഇത് ബസ് വഴിയിൽ നിർത്തിയിട്ടിരിക്കുക നമ്മുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ നമ്മളെത്തി ഓൾറെഡി. ഈ കാണുന്നതാണ് കാശി. ഇവിടെ നമ്മുടെ ഇന്ത്യയിലൊരു പുരാതന സിറ്റിയാണ്. കാശിയിലെല്ലാം കിട്ടും ടാ. നമ്മൾ വിചാരിക്കുന്ന അത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമൊന്നുമല്ല. ഞാൻ ആദ്യം വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഏരിയയിലേക്കൊന്നും പോയില്ല. ഞാൻ സാരനാഥ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ പുഷ്പങ്ങളുടെ മാർക്കറ്റ്, ഫൂൽ മാർക്കറ്റ്, അത് വഴിയൊന്ന് പോയി കുറച്ച് നേരം അത് കണ്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ കണ്ട എന്നെ കാശിയിൽ നിന്ന് അങ്ങോട്ട് പ്രയാഗ്രാജിലേക്ക് കൊണ്ടുപോയ സെയിം ഡ്രൈവർ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം രാത്രിക്കുള്ള മീൻസ് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ തന്നെ ഞാൻ തിരിച്ചു പോകണം. അപ്പോൾ അധിക സമയമില്ല എനിക്ക്. ഈ മാർക്കറ്റിൽ എല്ലാ ടൈപ്പ് പൂക്കളും വരുന്ന പറയണത്. അവിടുത്തെ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റാണെന്നാണ് പറയണത് കാശിയിലെ. തിരക്കുണ്ട്. ഇത് മോർണിംഗിൽ, അതിരാവിലെയാണ്, നല്ല തിരക്കുണ്ട്. എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. അവിടെ നിന്ന് നല്ല ഈ മൺചട്ടിയിലുള്ള ചൂട് ചായ, നല്ല ടേസ്റ്റാണ്. അതും പേരറിയാത്തൊരു വിഭവം കൂട്ടി അടിച്ചു കാലത്ത് തന്നെ. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് നോർത്തിൽ വളരെ റയറാട്ടോ. മീൻസ് എനിക്കിഷ്ടമല്ല ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ പാനാണത്. അപ്പോൾ നമ്മുടെ ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം അത് കഴിച്ചേ മതിയാവും എന്ന് പറഞ്ഞു മധുരമുള്ളൊരു പാൻ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നു. അത് സെറ്റ് ചെയ്തത് തന്നെ നല്ല നല്ല ഡെക്കറേഷനൊക്കെ കൂടി ചെയ്തിട്ടുള്ളത്. പ്രൈസും കൂടുതലാണ് അതിന്. എന്തായാലും എനിക്കത് ഇഷ്ടമായി. നല്ല മധുരമുള്ളൊരു പാൻ. യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് പറയണത് ഇയാൾ ഇവിടുത്തെ സ്പെഷ്യൽ എല്ലാ ഫുഡ് വ്ളോഗർമാരും ഇവിടെ വന്ന് പാൻ അടിക്കണമെന്ന് പറയണം. ചേട്ടനധികം മൈൻഡൊന്നുമില്ല. എന്തായാലും പാൻ കഴിച്ചിട്ട് തന്നെ നമ്മുടെ ദിവസം ആരംഭിക്കാം. മധുരമുള്ള പാൻ, പാൻ. സാധനം സൂപ്പറായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല പാത്രത്തിലൊക്കെ ആയിരുന്നു. അത് ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ സാരംഗനാഥിലേക്ക് പോവുകയാണ്. ഞാൻ അവിടുത്തെ വീഡിയോസ് ഇതിന് ശേഷം കാണിച്ചു. ബുദ്ധഭഗവാൻ ആദ്യമായിട്ട് പ്രഭാഷണം നടത്തിയ സ്ഥലമാണ് കേട്ടോ സാരനാഥ്. പോകുന്ന വഴിക്ക് കുറച്ച് നല്ല പേരയ്ക്കും വാങ്ങിയിട്ട്, കാരണം ഞാൻ നേരെ കഴിഞ്ഞ എയർപോർട്ടിലേക്കാണ്, നേരെ ദുബായിക്കാണ്. അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെയാണ്. അല്ല, ഡയറക്റ്റ് അല്ല, ഹൈദരാബാദ് വഴിയാണ്. അപ്പോൾ ഇപ്പം ഇതാണ് സാരനാഥ് ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഇത് തായ് ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുള്ള കേട്ടോ. അത് ഒറിജിനൽ സാരനാഥ് അപ്പുറത്താണ്. അത് ബുദ്ധഭഗവാൻ ആദ്യം പ്രഭാഷണം നടത്തിയ സ്ഥലമാണ് സാരനാഥ് എന്ന് പറയപ്പെടുന്നത്. ഇത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്ക പോലെ തായ് ഗവൺമെൻറ്റാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണത്. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റോടത്ത് നിന്ന് അവധിയായി കൊണ്ട് ഇത് കാണാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഞാനും ഇവിടെ തന്നെയാണ് വന്ന്. ബുദ്ധഭഗവാൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. തായ് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള എന്താ പറയുക, ഒരു സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. വാറ്റായ് സാരനാഥ് എന്നാണ് ഇതിൻ്റെ അവരിട്ടിട്ടുള്ള പേര്. നമ്മുടെ ബോധിവൃക്ഷം ആണ്. അത് ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതെന്നാണ് ഗൈഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. ബുദ്ധഭഗവാൻ ആദ്യമായിട്ട് പ്രസംഗം നടത്തിയ ധമ്മേക് സ്തൂപം ഇതിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ധ്യാനം ചെയ്യാനായിട്ട് ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. അപ്പോൾ തായ്ലൻഡിൽ നിന്നുള്ള വിദേശികൾ ഇവിടെ നല്ലപോലെ വരുന്നുണ്ട്. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ളൊരു സാംസ്കാരിക സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്.
തനി തായ്ലൻഡ് രീതിയിലാണ് ഇത് പണിതിട്ടുള്ളത്. ഇതിനുള്ളിലേക്ക് എൻട്രൻസ് ഫീ ഒന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ മെയിൻ്റനൻസും തായ് ഗവൺമെൻറ് തന്നെയാണ് തോന്നുന്നുണ്ട്. പുറത്ത് തായ് ഭാഷയിൽ അതിൻ്റെ ഫലകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു പുറത്തുള്ള വ്യൂ ആണ് കാണിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ കയറിയാൽ ബുദ്ധൻ ഇരിക്കുന്ന രീതിയിലുള്ളൊരു പ്രതിമയാണ് കാണുന്നത്. പിന്നെ ഉപപ്രതിമകളും അടുത്തടുത്തായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഉള്ളിൽ സെൽഫി ഒന്നും എടുക്കാനാണ് കുഴപ്പമില്ല. നമ്മൾ ബുദ്ധൻ്റെ ടെമ്പിൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. തായ്ലൻഡ് ആയാലും ഞാൻ അവിടെ പോയാലും അടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. നമ്മുടെ അമ്പലങ്ങളുടെ അടുത്ത് വിഗ്രഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാറില്ല. ഞാൻ കുറച്ച് ഫോട്ടോസും സെൽഫീസും ആയിട്ട് അങ്ങനെ എടുക്കാണ്. ഇതാണ് മെയിൻ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് പുറത്തെ കാഴ്ചകൾ. നമ്മൾ ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് ഉള്ളിൽ കിടന്നിട്ട്. ഇതായിരുന്നു എൻ്റെ ഗൈഡ്. അയാളാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നത്. ചുവന്ന കളറിന് എന്തോ പ്രത്യേകത ഉണ്ട് അയാൾ പറഞ്ഞിരുന്നു, ഞാനത് മറന്നുപോയി. പുറത്ത് ഗാർഡൻസ് നല്ലപോലെ പരിപാലിച്ചിട്ടുണ്ട്. താമരക്കുളം, ബുദ്ധൻ്റെ ഒരു വലിയ പ്രതിമ. നല്ല 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 വ്യൂ ആയിരുന്നു കേട്ടോ. അടിപൊളി. ഈ സൈഡിൽ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലും ബുദ്ധ ഭഗവാൻ ഇരിക്കണ ഇതിനൊക്കെ ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. പിന്നെ ദൈവങ്ങളുടെ കീഴിൽ അത്രയും ഹൈറ്റ് ഉണ്ട്. നിങ്ങൾ നോക്കി, ഞാൻ എൻ്റെ എത്ര ഇരട്ടി ഹൈറ്റിലാണ് ആ പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ തായ്ലൻഡ് ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്ത ഡേറ്റ് ആയിരിക്കുമോ, അത് അവരുടെ സപ്പോർട്ടിനെ കുറിച്ചാണോ എന്നറിയില്ല. ഇതിൻ്റെ പിന്നിൽ എന്തോ തായ് തുണി തരങ്ങൾ. അതായത് നമ്മുടെ അശോകസ്തംഭം വെച്ചിട്ടുണ്ട് അവിടെ. ഇതിൻ്റെ ബാക്കിൽ ഒരു നെയ്ത്തുശാല വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഈ നെയ്ത്തുശാല പോക്ക് ഞാൻ പണ്ടേ നിർത്തിയതാണ്. കാരണം അവിടെ നിന്ന് നമ്മളെന്തെങ്കിലും വാങ്ങും. അത് ജയ്പൂർ പോയപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞു നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ചെടി ഇട്ടാണ്. ഇത് നല്ല ഭംഗിയിലൂടെ വളർന്നുണ്ട്. ഇത് ബുദ്ധ ഭഗവാന്റെ വേറൊരു അടിപൊളി സ്റ്റാച്ചു ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. സാർനാഥ് കാശി പോയിട്ടത് കഴിഞ്ഞ് നേരെ തിരിച്ചു പോവാണ്. വേറെ ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ റീൽസായിട്ടോ വീഡിയോ ആയിട്ടോ വരാം. ബൈ ബൈ. ബുദ്ധ ഭഗവാനോട് ബൈ പറഞ്ഞിട്ട് നേരെ എയർപോർട്ടിലേക്ക്. അടിപൊളി പ്രതിമയുണ്ട്, നല്ല രസത്തിലുണ്ടായിരുന്നത്. അപ്പോൾ പോട്ടെ.